ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയെ കാണുന്നില്ലെന്ന വിവരം അറിഞ്ഞ് ടെൻഷനോടെ നിൽക്കുകയാണ് സച്ചി. തുടർന്ന് നന്ദനും സന്ദീപും ചേർന്ന് സച്ചിയെ ആശ്വസിപ്പിക്കുന്നു. അർച്ചന എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടെത്താമെന്ന് പറഞ്ഞുകൊണ്ട് മൂന്നുപേരും മൂന്ന് വഴിക്കായി അന്വേഷണം നടത്തുകയാണ്. അതേസമയം ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. അവൾ പോയ വഴി അങ്ങ് പോയിരുന്നെങ്കിൽ എനിക്ക് നല്ല സമാധാനം തന്നെ ആയേനെ. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന ഒരു സ്കൂൾ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. കുറെ കുട്ടികളെല്ലാം കളിക്കുന്നത് കാണുമ്പോൾ അർച്ചന മെല്ലെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവിടെയുള്ളൊരു ചെറിയ കുഞ്ഞിനെ അർച്ചന എടുക്കുകയും അതിനോട് തൻ്റെ കുഞ്ഞിനെ കണ്ടായെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അതേസമയം സ്കൂളിലെ പ്രിൻസിപ്പള് അങ്ങോട്ടേക്ക് വരികയും അർച്ചന കുട്ടികളെ കടത്തുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ വിളിച്ച് കൂട്ടുകയും ചെയ്യുന്നു. നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നാട്ടുകാർ ചോദിക്കുമ്പോൾ എനിക്ക് പോകണമെന്ന് തന്നെ അർച്ചന പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തുടർന്ന് അവര് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയുടെ വീടാണ്. അർച്ചനെ അന്വേഷിച്ചുകൊണ്ട് സച്ചി അർച്ചനയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അർച്ചനയെ കാണുന്നില്ലെന്ന വിവരം അറിഞ്ഞുകൊണ്ട് മാഷും കമലയും അനൂപും ഞെട്ടിലോടെ നിൽക്കുകയാണ്. തുടർന്ന് അനൂപ് സച്ചിയുടെ ഒപ്പം അന്വേഷണത്തിനിറങ്ങുന്നു. അങ്ങനെ അവർ പോകുന്ന വഴിക്കാണ് സ്കൂളിന്റെ അവിടെ ഒരു ആൾക്കൂട്ടം ശ്രദ്ധിക്കുന്നത്. അർച്ചനയെ കാണുന്നതോടെ സച്ചിയും അനൂപും കൂടി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. എന്താ പ്രശ്നമെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയതാണെന്നും ഞങ്ങൾ പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്നും അവര് ഉടൻ തന്നെ എത്തുമെന്നും പ്രിൻസിപ്പൾ പറയുന്നു. ഇത് കേൾക്കുന്ന സച്ചിയും അനൂപും ഞെട്ടലോടെ നിൽക്കുകയാണ്. നിങ്ങൾ കരുതുന്നത് പോലെയൊന്നുമല്ല, ഈ നിൽക്കുന്നത് എൻ്റെ ഭാര്യയാണെന്ന് സച്ചി പറയുമ്പോൾ എൻ്റെ സഹോദരിയാണെന്ന് അനൂപും പറയുന്നു. ഞാൻ നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകനാണ്. ഇതെൻ്റെ ഭാര്യയാണ്. ഞങ്ങളൊരു കുഞ്ഞിനെ എടുത്തു വളർത്തുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടമായി. അതിൻ്റെ വേദനയിലാണ് ഇവള്. കുഞ്ഞിനെ തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കും എന്നൊക്കെ സച്ചി പറയുന്നുണ്ടെങ്കിൽ അവര് അത് വിശ്വസിക്കാൻ മടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്കുണ്ടായ എല്ലാ വിഷമത്തിനും ഞങ്ങൾ മാപ്പ് ചോദിക്കാമെന്നും ദയവ് ചെയ്ത് ഇവളെ കൊണ്ടുപോകാൻ അനുവദിക്കണമെന്നും അനൂപ് പറയുമ്പോൾ എന്താണെങ്കിലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി പോലീസ് വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയെന്ന് അവിടെ കൂടി നിൽക്കുന്ന ഒരു സ്ത്രീ പറയുകയാണ്. തുടർന്ന് അർച്ചന അവരോടൊന്നും പറയാതെ പെട്ടെന്ന് തന്നെ സ്കൂളിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. സച്ചി അർച്ചനയുടെ പിന്നാലെ ചെന്ന് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണാതെ ഞാൻ എങ്ങോട്ടേക്കും വരില്ലെന്ന് പറഞ്ഞ് അർച്ചന റോഡിലൂടെ അലസമായി നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ സച്ചിക്ക് കാർത്തിക്കിന്റെ കോള് വരികയാണ്. കോൾ എടുത്തയുടൻ തന്നെ സച്ചി ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്നു. അർച്ചനെ, അവിടെ നിൽക്ക്, തനിക്ക് കുഞ്ഞിനെ കാണണമെന്നല്ലേ പറഞ്ഞത്? നമുക്ക് ഇപ്പൊ തന്നെ കാണാം. കാർത്തിക വിളിച്ചത്. കുഞ്ഞ് ഒരു അനാഥാലയത്തിലുണ്ടെന്നാ പറഞ്ഞത്. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അർച്ചനയും കൂട്ടിക്കൊണ്ട് അനാഥാലയത്തിലേക്ക് പോകുന്നു. അങ്ങനെ അവരോട് ചെല്ലുമ്പോൾ അവിടെയുള്ളൊരു ഹെൽപ്പർ അവരെ കുഞ്ഞിനെ കാണാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ സച്ചി മാനേജറെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ പറയുകയാണ്, കുറേ മജീഷ്യന്മാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തിയാണ് കുഞ്ഞിനെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ബയോളജിക്കലി ആ കുഞ്ഞുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരല്ലേ? അങ്ങനെയല്ല മേഡം, എൻ്റെ കുഞ്ഞായി തന്നെയാ ഞാൻ അവളെ വളർത്തിയത്. എൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞെന്നാൽ ജീവനായിരുന്നു. ഞങ്ങൾ അവളെ ഒരു രാജകുമാരിയെ പോലെ വളർത്തിക്കൊള്ളാം എന്നൊക്കെ സച്ചി പറയുമ്പോൾ അതിനൊക്കെ അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നും നിങ്ങൾ ഞങ്ങളെ അറിയിക്കാതിരുന്നത് എന്താണെന്നും മാനേജർ ചോദിക്കുന്നു. അത് അങ്ങനെയൊന്നുമല്ല മേഡം, കാര്യമെല്ലാം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആദ്യം മുതലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ മാനേജരോട് പറയുകയാണ്. അതേസമയം തൻ്റെ കുഞ്ഞിനെ കാണാനായി ടെൻഷനോടെയും പരിഭ്രാന്തിയോടെയും നിൽക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.